ഗുഡ് മോർണിംഗ് വിവിയെയും morning, സൗദി Esther. അറേബ്യയുടെയും Hi. അതുപോലെ തന്നെ ഖത്തറിൻ്റെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ച് ഈ ശരിക്കും ഇറാനെ ആക്രമിക്കേണ്ട തൽക്കാലം അത് റദ്ദ് ചെയ്തു എന്ന രീതിയിൽ അമേരിക്കയിൽ നിന്ന് വാർത്ത വരുന്നുണ്ടായിരുന്നു. മധു കൊട്ടാരകർ രാവിലെ അതിനെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ എന്താ വന്നിട്ടുള്ളത്? ഈ നമ്മളെ ഈ ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ കുട്ടികളോട് പറയുന്നുണ്ട്, അമ്മ പറയുമ്പോൾ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറയണമെന്ന്. ഏതാണ്ട് ഇതേമാതിരിയാണ്. ട്രംപ് ആക്രമിക്കുമെന്ന് പറയും, ഉടൻ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കരുത് എന്ന് പറയണം. എന്തായാലും അത് പറയുമ്പോൾ പുള്ളി നിർത്തിവെക്കും. ഈ തരത്തിൽ ഒരു അനുപല്ലവി പോലെ ആയിരിക്കുന്നു കാര്യങ്ങൾ. എന്തായാലും കാര്യങ്ങൾ ഇപ്പോഴും വലിയ സംഘർഷത്തിൽ തന്നെയാണ്. പക്ഷേ ട്രംപ് ഉടൻ ആക്രമിക്കുമെന്ന് പറഞ്ഞതാണ്. അതിനിടയിലാണ് ഇപ്പോൾ പറയുന്നത് സൗദിയും UAE-യും ഖത്തറും പറഞ്ഞത് മാനിച്ച്, അമേരിക്കയുടെ വലിയ അടുപ്പമുള്ള രാജ്യങ്ങളാണ്, ഞാൻ ഈ ആക്രമണം മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ ഒരു ഭീഷണിയുണ്ട്. ഏത് നിമിഷവും ഒരു നിമിഷത്തെ അറിയിപ്പിൽ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിനിടയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇടപെടുന്നു, ചൈന ഇടപെടുന്നുണ്ട്, മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തിന്റെ അവകാശങ്ങളും മഹത്വവും അടിയറ വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ അങ്ങനെ ആക്രമിക്കാൻ നോക്കണ്ട, അതിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഞങ്ങൾ നൽകുമെന്നുള്ള ഭീഷണി ഇറാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷം ഉരുണ്ടുകൂടുന്നുണ്ട്. സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ പ്രധാനമായിട്ടും ചെറിയ സമയത്തിനുള്ളിൽ ഈ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മളത് പറയാത്തതിനൊരു കാരണം 10,000-കണക്കിന് അല്ലെങ്കിൽ ഒരുപക്ഷെ ലക്ഷത്തിലേറെ മലയാളികളൊക്കെ ഇവിടേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവരെ തിരിച്ചു പോകുന്നതും കാത്തിരിക്കുകയാണ്. പലരോടും അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണമില്ല, ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ ഒത്തൊരുങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ജോലി കളയാനൊന്നും നോക്കണ്ട. അത്ര കരുതുന്ന പോലെ ജോലി ചെയ്യുന്ന കേന്ദ്രങ്ങൾ അത്ര ഭീഷണിയുടെ പുറത്തല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഗൾഫിലെ 40 ലക്ഷം മലയാളികൾ ആശങ്കയിലാണെന്നറിയാം. ജാഗ്രത വേണം, പക്ഷെ ആശങ്ക വേണ്ട എന്നാണ് കോവിഡ് കാലത്ത് നമ്മൾ പറഞ്ഞ മുദ്രാവാക്യം തന്നെയാണ് പറയാനുള്ളത്. ജോലിയുടെ കാര്യത്തിൽ ആ തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നില്ല, അത് വലിയ ഇത് പറയുന്നില്ല. പക്ഷേ ഗൾഫിലെ രാജ്യങ്ങൾക്കുള്ള പേടി, ഇറാനെ കയറി അമേരിക്ക ആക്രമിച്ചാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം വരും എന്നുള്ള ഭീതിയുണ്ട്. അതാണ് ഒരു പക്ഷേ അവരെയൊക്കെ ഈ തരത്തിൽ ആശങ്കപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.